പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഈയിടെ അവിചാരിതമായിട്ട് മോഹൻലാലിൻ്റെ ഒരു പഴയ ചലച്ചിത്രമായിട്ടുള്ള ഗുരു എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം കാണുവാനായിട്ട് ഇടയായി. നിങ്ങൾ പലരും ആ ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും. ഗുരു എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ ചലച്ചിത്രം. ആ ഒരു മൂവി കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഇതിവൃത്തം നമ്മളോട് പറയുന്ന ആ ഒരു വലിയ സന്ദേശം എനിക്ക് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ആ ഒരു ചലച്ചിത്രത്തിലൂടെ അതിൻ്റെ കഥാകൃത്ത് നമ്മളോട് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന വലിയൊരു ആശയമുണ്ട്. അപ്പോൾ ആ മൂവിയുടെ ഇതിവൃത്തം ഏകദേശം ഇങ്ങനെയാണ്. അതായത് ഒരു നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അന്ധരായി തീരുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോകാതിരിക്കാനാണ് എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് അവിടെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പഴം ആ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. ആ പഴം കഴിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ അന്ധരായി തീരുകയാണ്. എന്നാൽ ആ പഴത്തിനുള്ളിലെ സീഡ് കഴിച്ചാൽ അവരുടെ അന്ധത മാറി അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടും. എന്നാൽ അതിനെപ്പറ്റി ആ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതായത് അവരുടെ അജ്ഞത മൂലം അല്ലെങ്കിൽ ആ ഒരു നാട്ടിലെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് മൂലം ആ നാട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം അന്ധരായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു പഴം ആ കുട്ടിക്ക് കൊടുക്കുകയും ആ കുഞ്ഞിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ അന്ധരായിട്ടുള്ള ഒരു ജനതയുടെ നാടായി ആ ഒരു നാട് മാറുകയാണ്, ആ ഒരു രാജ്യം തന്നെ മാറുകയാണ്. അപ്പോൾ അവിടെയുള്ള രാജാവാണെങ്കിലും രാജ്ഞിയാണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങളാണെങ്കിലും എല്ലാവരും അന്ധരാണ്. അവർക്കാർക്കും കാഴ്ച എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി അവർക്ക് അറിയില്ല. ഇനി കാഴ്ച ഉള്ള ഒരു മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് പിശാചുക്കളാണ് അല്ലെങ്കിൽ ദുരാത്മാക്കളാണ് എന്നൊക്കെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ കാഴ്ച എന്ന് പറയുന്ന ഒരു അനുഭവം അവർക്കാർക്കും അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അജ്ഞത മൂലം അവർ സ്വയമേവ ആയിത്തീർന്ന അന്ധത മൂലം അവർക്ക് ഈ ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളും ഈ സാധാരണ ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളും അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർ ശബ്ദത്തിലൂടെ വരുന്ന ഇൻഫർമേഷനെ ഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അവർ ആ രാജ്യം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ ഒരു ജനത മുന്നോട്ട് പോകുന്നു. വീണ്ടും ഉണ്ടാകുന്ന കുട്ടികൾക്കെല്ലാം ഈ ഒരു ഫ്രൂട്ട് കൊടുക്കുന്നു. അവരെല്ലാം അന്ധരായി മാറുന്നു. അങ്ങനെ പല തലമുറകളോളം അവർ അന്ധരായിട്ട് ജീവിക്കുകയാണ്. കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഇല്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ ഒരു നാട്ടിലേക്ക് അവിചാരിതമായിട്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം ചെന്നെത്തുകയും അവിടെ ഈ അന്ധരായിട്ട് ജീവിക്കുന്ന ആളുകളെ കാണുകയും അതിൽ അദ്ദേഹത്തിന് അത്ഭുതം തോന്നുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥയാണ്, ഒരു പ്രമേയമാണ് ആ മൂവി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ മോഹൻലാലിൻ്റെ കഥാപാത്രം അവരുടെ അന്ധതയുടെ കാരണം കണ്ടുപിടിക്കുകയും ഈ കൊടുക്കുന്ന ഫ്രൂട്ടാണ് ആ അന്ധതയ്ക്ക് കാരണമായി തീരുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഒരു സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് ബലമായിട്ട് ഈ ഫ്രൂട്ട് കഴിപ്പിച്ച് അദ്ദേഹത്തിനും അന്ധത വരികയും അദ്ദേഹം അറിയാതെ തന്നെ ആ ഫ്രൂട്ടിൻ്റെ സീഡ് കഴിക്കുന്ന സമയത്ത് ആ സീഡ് കഴിച്ചത് വഴി വീണ്ടും ആ കാഴ്ച തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫ്രൂട്ട് കൊടുക്കുന്നത് വഴിയാണ് ഈ കുട്ടികൾ അന്ധരായി മാറുന്നതെന്ന് മോഹൻലാൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് അവിടെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും എന്നാൽ അത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ കാഴ്ച ഉള്ള ഒരാൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ടും അദ്ദേഹത്തെ കൊല്ലാനുമൊക്കെ രാജ്യം മുതിരുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സത്യസന്ധമായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ അന്ധരായി പോകുന്നത് എന്നുള്ള കാര്യം അവിടെ റിവീൽ ചെയ്യുമ്പോൾ തന്നെ, അവിടെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ അവിടെ ആക്രമിക്കപ്പെടുകയാണ്. അദ്ദേഹത്തെ കൊല്ലാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ വലിയൊരു കാര്യമാണ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മളുടെ കുട്ടികൾ ജനിച്ച് ഒരു 8 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് ഒരു ജീവിതത്തിൽ മുഴുവൻ മുന്നോട്ട് അവരെ നയിക്കാൻ വേണ്ട സ്ക്രിപ്റ്റുകൾ, ആശയങ്ങളും വിശ്വാസങ്ങളും നമ്മൾ അവരിലേക്ക് കുത്തി നിറയ്ക്കുകയാണ്. അങ്ങനെ കുത്തി നിറച്ച ആശയങ്ങളും വിശ്വാസങ്ങളുടെയും കണ്ണാടികളിലൂടെയാണ് അവർ പിന്നീട് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ സഹജീവികളെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള ആശയങ്ങൾ, രാഷ്ട്രീയപരമായ ആശയങ്ങൾ, ദേശീയപരമായിട്ടുള്ള ആശയങ്ങൾ, ഭാഷാപരമായിട്ടുള്ള ആശയങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള ആശയങ്ങളുടെ വേർതിരിവുകളിലൂടെയാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കിന്ന് സമൂഹത്തിൽ ആനുകാലികമായിട്ട് കാണുന്ന സംഭവങ്ങൾ പലതും നോക്കിക്കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ പേരിലുള്ള കൊലപാതകങ്ങൾ, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകങ്ങൾ, അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കൊലപാതകങ്ങൾ, നമ്മുടെ സഹജീവികളെ കൊന്നൊടുക്കുന്ന പ്രവണത, അല്ലെങ്കിൽ അങ്ങനെ ക്രൂരമായ മനസ്സിന് ഉടമകളായി തീരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇങ്ങനെ വേർതിരിവുകളാവുന്ന സ്ക്രിപ്റ്റുകൾ നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ്. വിശാലമായിട്ടുള്ള സാർവലൗകികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉള്ള വ്യക്തികളെ സൃഷ്ടിച്ചെടുക്കാനായിട്ട്
നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള അന്ധമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങളുടെയും പിന്നാലെ പോയി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ സന്തോഷകരമായ നല്ല ഒരു ജീവിതം നശിപ്പിച്ച് കളയാതെയും അതുപോലെ തന്നെ നമ്മുടെ സഹജീവികളോട് നമ്മൾ ഈ രീതിയിലുള്ള വേർതിരിവുകൾ കാണിച്ചുകൊണ്ട്, അതായത് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ, അതായത് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാത്ത വ്യക്തികളായിട്ട് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അവരെ അടിമപ്പെടുത്തി അവരുടെ മുകളിൽ കയറിയിരുന്ന് അവരെ ഭരിച്ചുകൊണ്ട് കുറേ ആളുകൾ സുഭിക്ഷമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അധികാരി വർഗത്തിന് നിലനിൽക്കാനായിട്ട് അവർ പടച്ചുണ്ടാക്കുന്ന അന്ധവിശ്വാസങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ആശയങ്ങളെല്ലാം ചുമന്നുകൊണ്ട്, അങ്ങനെയുള്ള മതപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ ചുമന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെയാണ് നശിപ്പിച്ച് കളയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഈ അന്ധവിശ്വാസപരമായിട്ടുള്ള കൊലപാതകങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഇതുതന്നെയാണ്. അവരിൽ കുത്തി നിറയ്ക്കപ്പെട്ട സ്ക്രിപ്റ്റുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഒരു കുഞ്ഞും ജനിക്കുന്നത് ഇതുപോലുള്ള ആശയങ്ങളുമായിട്ടല്ല. അവരെല്ലാം വളരെ നിഷ്കളങ്കരായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ അവരിലേക്ക് കുത്തി നിറയ്ക്കപ്പെടുന്ന ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങളാവുന്ന സ്ക്രിപ്റ്റുകളാണ് പിന്നീട് അവരെ ഈ രീതിയിലുള്ള കൊലപാതകങ്ങളും അക്രമികളും ഒക്കെ ആക്കി തീർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതുപോലെയുള്ള അജ്ഞതയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളാവുന്ന സ്ക്രിപ്റ്റുകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളായി മാറാതെ ഈ വിശാലമായ ലോകത്തെ കണ്ണു തുറന്ന് നോക്കി കാണുവാനായിട്ടും ഈ വിശ്വാസങ്ങളാവുന്ന ആശയങ്ങളാവുന്ന തടവറകളിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ലോകത്തെ ഒരു സാർവലൗകികമായ രീതിയിൽ നോക്കിക്കാണുവാനായിട്ടും എല്ലാ സഹജീവികളും എൻ്റെ തന്നെ അംശമാണ്, എൻ്റെ തന്നെ ഭാഗമാണ് എന്നുള്ള ആ ഒരു ചിന്തയോടെ ഓരോ വ്യക്തികളോടും ഇടപെടുവാനായിട്ടും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും ഒക്കെ അങ്ങേയറ്റം സന്തോഷവും സമാധാനവുമുള്ള ഒരു മേഖലയായി മാറും. നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷകരമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ തടവറകളെല്ലാം ഭേദിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം പുറത്ത് കടന്നുകൊണ്ട് അങ്ങനെയുള്ള കണ്ണാടികളെല്ലാം പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് ഈ ലോകത്തെ തുറന്ന മനസ്സോടെ തുറന്ന കണ്ണുകളോടെ കാണുവാനായിട്ട് കഴിയുന്ന വ്യക്തികളായി മാറിക്കൊണ്ട് അങ്ങേയറ്റം സന്തോഷം സമാധാനമുള്ള വ്യക്തികളായി മാറുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.